നമസ്കാരം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്കെതിരെയുള്ള സൈബർ ഗുണ്ടായിസം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. ഇത് ചെയ്യുന്നത് മുഴുവൻ മുസ്ലിം മതമൗലികവാദികളാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഭൂരിപക്ഷ ഹിന്ദു ജനവിഭാഗത്തെ ഒതുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ചില പന്നി വർഗങ്ങളുണ്ട്. ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നും പറഞ്ഞ് അദ്ദേഹം ഇടുന്ന പോസ്റ്റിൻ്റെ കീഴിൽ 1000-2000 ഈ പന്നിക്കൂട്ടങ്ങളാണ് വന്ന് ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. കള്ളാപ്പള്ളി, കള്ള് കച്ചവടക്കാരൻ, ഇവൻ എവിടെ ഇരുന്നിട്ട് അത് പറയുന്നത്? ഹിന്ദുസ്ഥാനത്തിൽ ഭാരതത്തിലിരുന്നു കൊണ്ടാണ് ഈ മതമൗലികവാദികൾ സ്വയം പൊട്ടിത്തെറിക്കുന്നത്. ഇപ്പം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. മുസ്ലിം ലീഗിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം അദ്ദേഹം തുടർന്നിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അതെല്ലാം ഓരോ സന്ദേശങ്ങളാണ്. ലീഗ് വർഗീയമായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മുസ്ലിം എന്നുള്ള പേര് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. ലീഗിൻ്റെ മന്ത്രിമാരെ കിട്ടിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ, MLA മാർ, മന്ത്രിമാർ, അവരുടെ പേഴ്സണൽ സ്റ്റാഫ്, അവർ ഭരിക്കുന്ന പ്രധാന തസ്തികകൾ, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഇവിടെ കീഴാദികളായിട്ടുള്ള സ്റ്റാഫുകൾ, ഇതൊക്കെ എൻ്റെ തെളിവുകളാണ്. അവിടെ ഇരിക്കുന്ന ഇറക്കിയിരിക്കുന്ന ആ കോറിഡോറിൽ ഇരിക്കുന്ന മറ്റേ ഈ ബോർഡിൽ നോക്കിയാൽ അവർക്ക് കാണാൻ പറ്റും ഏവന്മാരാണ് അവിടെ ഇരിക്കുന്നതെന്ന്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയൽ, അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗ് മന്ത്രിയായിട്ടുള്ള KM ഷാജി, മതമാണ് 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 അവരുടെ വലിയ പ്രസംഗം എന്ന പ്രസംഗം അതാരും മറന്നിട്ടില്ല, മറക്കാനായിട്ട് പോകുന്നുമില്ല. ലീഗിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നവർക്ക് പോലും ഇതൊക്കെ തുറന്നു കാട്ടാൻ ഭയമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, എനിക്ക് ആ ഭയമില്ല, ആയതുകൊണ്ട് തന്നെ അങ്ങനെ വർഗീയവാദിയാക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നാണിപ്പോൾ യോഗനാഥത്തിൽ അദ്ദേഹം കുറിച്ച് വച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഒറ്റയ്ക്കിട്ട് തെരഞ്ഞു പിടിച്ച് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈഴവ സമൂഹം ഇന്ന് കേരളത്തിൽ അവർക്ക് 2 മുഖമുണ്ട്. അവർക്ക് ഒന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖം, സഹോദരൻ അയ്യപ്പൻ്റെ മുഖം, കുമാരനാശാൻ്റെ മുഖം, സന്യാസിമാരുടെ മുഖം, ആധ്യാത്മികതയുടെ മുഖം. ഒരു ഉറുമ്പിന് പോലും ഒരു വ്യഥയുണ്ടാക്കരുതെന്ന് പറഞ്ഞ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മുഖം അവർക്കുണ്ട് കേട്ടോ. SNDP അതാണ് വാസ്തവത്തിൽ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. അതോടൊപ്പം തന്നെ ആവശ്യമായിട്ട് വരുമ്പോൾ മറ്റൊരു മുഖവും കാണിക്കാൻ പലപ്പോഴും പലയിടത്തും ഈഴവ സമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ശ്രീ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മുഖം. ആ മുഖം ഒരിക്കൽ ഈ മുസ്ലിം മതം മൗലികവാദികൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ അടങ്ങുമെല്ലാം. അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇദ്ദേഹം തൻ്റെ യോഗനാഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും കയ്യും കെട്ടി കാത്തിരിക്കാൻ പറ്റില്ല, കയ്യും കെട്ടി ഇരിക്കാൻ പറ്റില്ല. ഇതെല്ലാം സഹിച്ചുകൊണ്ട്, എല്ലാ സഹിഷ്ണുതയ്ക്കും അതിൻ്റെ ഒരു അളവുണ്ടല്ലോ, ഒരു മര്യാദയുണ്ടല്ലോ, ഒരു അതിർത്തി ഉണ്ടല്ലോ. കേരളത്തിലെ ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, അതാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ പലർക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അവരുടെ വലിയ വിമർശകർ പോലും ഇപ്പം മനസ്സിലായി അവർക്ക് കേരളം പതുക്കെ 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 പോകുന്നത് പച്ചപ്പാർട്ടിയുടെ അധീനതയിലേക്കാണ്. ഇതൊരു ജിഹാദി സർക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ദിനം ദിനം. നമ്മളത് കണ്ടതാണ്. അതോടൊപ്പം തന്നെ സൈബർ അറ്റാക്ക് അത് ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന രീതിയിലാണ് ആ ഗുണ്ടായിസവും നടക്കുന്നത്.
ഞാനൊക്കെ അതിൻ്റെ ഇരയാണ്. അവർക്ക് എന്തും പറയാമെന്നുള്ളതാണ്. എത്ര കാലമെന്നൊരു ചോദ്യമുണ്ട്. തുറന്ന് പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി, അമിത്ഷാ അവരെ നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ നമുക്ക് വേണ്ടത് അതിലപ്പുറം മറ്റൊരാളാണ്, യോഗി ആദിത്യനാഥ്. ഞാൻ പണ്ടൊക്കെ ട്രെയിനിൽ ഉത്തർപ്രദേശ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഒരു എന്തായാലും പറയുക, അവരുടെ കേന്ദ്രത്തിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസ് ആണോ എലൈറ്റ് ക്ലാസ്സാണോ നോക്കി എല്ലാം കയറി വരും. നമ്മുടെ കൂട്ടത്തിലിരിക്കും. നമ്മൾ 1000-2000 രൂപ ചിലവ് ചെയ്തിട്ട് കൂപ്പയിലാവും സഞ്ചരിക്കുന്നുണ്ടാവുക. ഇവിടെ കയറിയിരിക്കും. ഇത് നിങ്ങൾക്കുള്ള സ്ഥലമല്ലെന്ന് പറഞ്ഞാൽ തും കോനെ തരാ ബാപ്കെ ഗാഡി തരാ ബാപ്കെ ചോദിയെടുത്ത വാക്കിന്. പക്ഷെ ഇപ്പോൾ അവിടെ ശാന്തമാണ്. പ്രത്യേകം കാവ്യവസ്ത്രാരികളെ കണ്ടു കഴിഞ്ഞാൽ തൊഴാൻ പഠിച്ചു അവർ, ജയ് ശ്രീരാം വിളിക്കാൻ പഠിച്ചു അവർ. പക്ഷെ ഞാൻ അവരോട് തിരിച്ച് ജയ് ശ്രീരാം പറഞ്ഞാലും അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്തോ വലിയ സമാധാനമാണ്. അങ്ങനെ അടക്കം വയ്ക്കുന്നൊരു സാഹചര്യം അനധിവിദൂര ഭാവിയിൽ കേരളത്തിലുണ്ടാകും, യാതൊരു സംശയമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഭരിക്കുന്നത് ഇവിടുത്തെ ഈഴവ സമുദായത്തെയാണ്. ആ ഈഴവ സമുദായത്തിൻ്റെ മുഖമാണ് പറഞ്ഞൊന്ന് വേലായുധ പണിക്കരുടെ മുഖവും, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മുഖവും, പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മുഖവും. ശ്രീനാരായണ ഗുരുദേവൻ്റെ മുഖം അത് നോക്കിയിട്ട് ആൾക്കാർ പറയും പാവട്ടോ. അത് ആധ്യാത്മികതയുടെ ഇടിമുഴക്കമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്, മിന്നലുള്ളിയാണത്. അതിൻ്റെ ഒരു ഇംപ്ലിമെൻഷൻ അതേ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നിങ്ങൾ തെരഞ്ഞു പിടിച്ചാൽ കാണാൻ പറ്റും. അത് കത്തിജ്വലിക്കുന്ന അഗ്നിഗോളമാണ്. ആ ഒരു മുഖവും ഈഴവ സമൂഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കുക. അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കരിലേക്ക് ചെറിയൊരു നീക്കം ഈഴവ മനസ്സിൽ ഒപ്പം ഹൈന്ദവ മനസ്സിൽ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞാണ് താൻ ചെയ്ത തെറ്റ് എങ്കിൽ ആ തെറ്റ് ആവർത്തിക്കും, കൂടുതൽ ശക്തമായിട്ട് ആവർത്തിക്കും, പൂർവ്വകാലങ്ങളിൽ പറഞ്ഞതിന് കൂടുതലായിട്ട് ഞാൻ ആവർത്തിക്കും, അത് തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു മിന്നലൊളി വെട്ടം, അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ്. ഉമ്മാക്കികൾക്ക് മുമ്പിൽ ഭയന്ന് ഓടുന്നവരല്ല താൻ. ഞാനൊരിക്കൽ രാജക്കാട് വെച്ച് ഞാൻ അറിഞ്ഞൊരു സംഭവമുണ്ട്. അതിന് അവിടെ തന്നെ ഉണ്ടായ സംഭവമാണെന്ന് എനിക്കറിയില്ല, അവിടെ വെച്ച് അറിഞ്ഞത്. കേരളത്തിലൊരു സബ് ഇൻസ്പെക്ടർ ഒരു ഈഴവ യുവാവിൻ്റെ മുഖത്തേക്ക് മൂത്രം ഒഴിച്ചു എന്നോ മൂത്രമെടുത്തും മുഖത്ത് തളിച്ചു എന്നോ മറ്റൊരു കേസിൻ്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് പിന്നീട് അയാൾക്ക് ഒരിക്കൽ പോലും കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റിയില്ല. പിന്നാലെ കൂടി അവസാനം അയാൾ വേറെ വിദേശത്തോ എവിടെയോ അതോ ഇനി കേരളത്തിന് പുറത്തോ പോയി. പിന്നെ ആ കഥ അവസാനിച്ചു. ആ ഒരു മിടുക്ക് ഈഴവ സമുദായത്തിൽ ഇല്ലാതായിപ്പോയെന്ന് ആരും കരുതേണ്ടതില്ല. അതുകൂടി മനസ്സ് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഉമ്മാക്കികൾക്ക് മുമ്പിൽ ഭയം നോടുന്നവരല്ല താനും തൻ്റെ സംഘടനയും ആ സംഘടനയിലുള്ള ഈഴവ സുഹൃത്തുക്കളും ഈഴവരായിട്ടുള്ള ആളുകളും. ഇവിടെ ഈഴവരെയും നായരെയും അപ്പം ഏകദേശം ഹിന്ദു സമൂഹത്തിലെ വലിയൊരു ഭാഗമായി കഴിഞ്ഞു. ആ ഹിന്ദുക്കളെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒതുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിന് പിന്നിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ മുസ്ലിം ലീഗിൻ്റെ അവന്മാർ പന്നിക്കൂട്ടങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. മതേതര കുപ്പായമിട്ട നടപ്പ്, ആരെ കണ്ടു കഴിഞ്ഞാലും ആണും പെണ്ണും കേട്ട ഒരു ചിരി അവനത് മാത്രമേ അറിയുള്ളൂ. പാണക്കാരന് വേറെ ഒന്നും അറിയില്ല. ഈ ഇളിക്കാനല്ലാതെ വായ തുറന്ന് വർത്താനം പറയണമെങ്കിൽ വർത്താനം പറയും ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. ഒരു പന്നി
അപ്പുറത്തുള്ള മറ്റുള്ള കുഞ്ഞാപ്പന്മാരാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയും. അത്രമാത്രം. നമ്മളുടെ ഗാനഗന്ധർവൻ യേശുദാസ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയൂത്രേ, പുതിയ പാട്ട് വന്നിട്ടുണ്ട് അത് കൊണ്ടുപോയിട്ടോ, പുതിയ പാട്ട് വന്നിട്ടുണ്ട് അത് കൊണ്ടുപോയിട്ടോ. അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുദാസ് അവിടെ അസ്തപ്രജ്ഞനായിട്ട് മാറുകയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും അത് പറയുമ്പോൾ വരുന്നൊരു പാട്ടുണ്ട്, ലക്ഷാർച്ചന കണ്ടു. ആ പാട്ട് പാടുന്ന സമയത്ത് അവിടെ യേശുദാസ് കണ്ണടച്ച് യേശുദാസിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പ്രേംസീറിൻ്റെ മുഖം അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രിയഭക്തി പറഞ്ഞത്. ആ പാട്ടും കൊണ്ടുപോയി. അതിന് യേശുദാസിന് അതൊരു വിഷമമില്ല. അദ്ദേഹം പറഞ്ഞു, നസീർ സാറെന്നാണ് വിളിക്കുക, നസീർ സാറ്. ആ പാട്ട് അദ്ദേഹം കൊണ്ടുപോയി. അദ്ദേഹം അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ അദ്ദേഹം ശബ്ദം ഉണ്ടാക്കില്ല. അത്ര ശീലയെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കില്ല, വായ അങ്ങനെ അനക്കേ ഉള്ളൂ. പക്ഷേ അത് പാടുമ്പോൾ ഇവിടുത്തെ ഞരമ്പുകൾ പോലും യേശുദാസ് പാടുമ്പോൾ എന്ന് പറഞ്ഞ് പാടുന്ന സമയത്ത് ഞരമ്പ് ഏതുമാതിരി വീർക്കുന്നു അതുപോലെ നസീറിന് വീർക്കും അത്രേ. പറഞ്ഞു വരുന്നത് ആ രീതിയിലുള്ള ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് ഇവൻ. അവൻ്റേതായിട്ടുള്ള നിലപാടുകളില്ല, ഭാഷയില്ല. ആയതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നു, ഇയാൾ എന്ത് ചെയ്യുന്നു, അയാൾ അതിൽ ഒപ്പിട്ട് വയ്ക്കുന്നു. ഞങ്ങളെടുക്ക് അവസാന തീരുമാനം അയാളെ ഏൽപ്പിച്ചു, പണക്കാടനെ. ഇതൊക്കെ തരം കോമാളി വേഷങ്ങളാണിതൊക്കെ. ഇവരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണ. മാപ്പ് പറയേണ്ടി വരും. സുകുമാരൻ നായരോടും ഞങ്ങളുടെ നേതാവ് സുകുമാരൻ നായരോടും ഞങ്ങളുടെ നേതാവ് വെള്ളാപ്പള്ളി ഇപ്പോൾ വെള്ളാപ്പള്ളി മാത്രമല്ല, പത്മവിഭൂഷൺ, അതിലുള്ള ചൊറിയും കടിയും അത് നിസ്സാരമല്ല. അസൂയ, പൗശന്യം, പോര്, കുശുമ്പ്, കുതികാൽവെട്ട്, പാരവെപ്പ്, ഇതൊക്കെ മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ട കാര്യങ്ങളാണ്. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അസൂയ എല്ലാം കൂടിയിട്ട് വേണപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അവർകളെ അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മതേതര കുപ്പായവും ധരിച്ച് നടക്കുകയും ചെയ്യും. ഞങ്ങളെപ്പോലെ മതേതരന്മാർ വിളില്ലെന്ന് പറഞ്ഞ് ലക്ഷണമെല്ലാം തികഞ്ഞ് വർഗീയ സംഘടനയാണ് ലീഗ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ആ മുസ്ലിം എന്നുള്ള പേരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് സാധനം, ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ വേദനകൾ, അവരുടെ ആശങ്കകൾ തന്നെപ്പോലെ തൊട്ടറിഞ്ഞ ഒരാൾ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 30 വർഷമായിട്ട് തൻ്റെ മുന്നിലെത്തുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അതാരെ വിഷമിപ്പിച്ചാലും വേദനിപ്പിച്ചാലും എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ മേലെയുള്ള കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഇതെൻ്റെ ബാധ്യതയാണ്. അതിൻ്റെ പേരിൽ വരുന്ന അസഭ്യവർഷം അത് ഞാൻ ഈ പോക്കറ്റിൽ തള്ളും, മറ്റേ പോക്കറ്റിലും തള്ളും. ചിലർ പ്രകീർത്തിക്കുന്നുണ്ട്. ആ പ്രകീർത്തനങ്ങൾ ജുബയുടെ ഈ പോക്കറ്റിൽ തള്ളും. തെറിയഭിഷേകം, മുസ്ലിം ലീഗുകാർ തെറിയഭിഷേകം ഈ പോക്കറ്റിൽ തള്ളും. വൈകുന്നേരം രണ്ടും കൂടി കുത്തിപ്പിഴിച്ച് കളയും. ഇത് കുറേ കേട്ടിട്ടുള്ളതാണ്. അത് കേൾക്കുമെന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് ഇതൊക്കെയും പറയുന്നതും. ഇവിടെ കേസുകളുടെ കാര്യം പറയുന്നുണ്ട്. 16,000 കേസുകളുണ്ട്. വഴിമുടക്കുകളാണ് കേസുകൾ. എനിവൺ ക്യാൻ ഡൗട്ട് എനിവൺ. ആർക്കും ആരെയും സംശയിക്കാം. വഴി പോകുന്ന ഒരാളത് ഇയാൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ടോർച്ച് കെട്ടു, ഞാൻ പോലീസ് കേസെടുക്കും. ഇത് വഴിമുടക്കി കേസുകളെന്നാണ് പറയുക. ഏതെങ്കിലും ഒന്നിൽ വിധിയായിട്ടുണ്ടോ? കേസ് കൊടുത്തു എന്നിട്ട് പറയാം, കേസായി, ഒരു കേസായി. എന്നാൽ ഞാൻ കേസ് കൊടുത്താൽ 2 കേസായി, മറ്റോ കേസ് കൊടുത്താൽ 3 കേസായി. ഇപ്പം കേസിൻ്റെ മേലെ കേസാണ്. വഴിമുടക്കി കേസുകളാണതെല്ലാം. ഇപ്പോൾ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. ആളുകളുടെ വായ മൂടുക, അതാണ് ചെയ്യുന്നത്. ഈ സൈബർ അറ്റാക്ക് തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പാണക്കാടിന് അറബിക്കടലിൽ ചാടി രക്ഷയുണ്ടാവുള്ളൂ കേട്ടോ. ഈ ലീഗോളികൾക്ക് പിന്നെ നാട് വിട്ടുപോലെ രക്ഷയുണ്ടാവുള്ളൂ. അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഒരിക്കൽ ക്രിസ്ത്യൻ സമൂഹം വല്ലാത്ത രീതിയിൽ തിളച്ചു മറിഞ്ഞു. അന്ന് മുസ്ലിങ്ങൾ ഇങ്ങനെയും ചെയ്തിട്ടില്ല. അന്ന് അതുപോലൊരു അവതാരമുണ്ടായി. ചേങ്കോട്ടുകോണം സ്വാമിയാർ, സമ്പൂജ്യ സ്വാമികൾ, സത്യാനന്ദ സരസ്വതികൾ, അദ്ദേഹത്തിൻ്റെ കൊടുവാള്, മിന്നുന്ന കൊടുവാള്, ഇരുതല മുറിച്ചുള്ള കൊടുവാള്, ഇരുമ്പ് കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയതല്ല, അതാ ഇത്.
അതുകൊണ്ട് ആട്ടയ്ക്ക് ഒതുക്കി വെച്ചു. അതുപോലെ സമയമാകുമ്പോൾ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, ആ സമയമാകുമ്പോൾ ഒരവതാരമുണ്ടാകും. വെള്ളാപ്പള്ളി നടേശൻ ആ അവതാരം തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. സൈബർ സേനയെ അഴിച്ചുവിട്ടിരിക്കുകയാണ് മലപ്പുറത്ത് നിന്ന്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ സാധാരണക്കാർ പറയും, അല്ല സ്വാമി, നമുക്കിങ്ങനെ ഇത്രയും ആൾക്കാർ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമില്ലാതിരിക്കുമോ? ഞാനൊരാളെ അവർക്കൊരു മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതിൻ്റെ അടിയിലുള്ള ഏഷം ഇപ്പോൾ ഈ വന്ന് അദ്ദേഹത്തിൻ്റെ ഇത് മീഡിയ വണ്ണിലോ മറ്റോ അത് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ മര്യാദ കാണിച്ചു. മുസ്ലിം ലീഗിനെതിരെ 6 വട്ടം അവർ പറഞ്ഞു. വെറും 8 മിനിറ്റിൻ്റെ ഉള്ളിൽ 6 പ്രാവശ്യം അവർ പറഞ്ഞു. മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല. അവരുടെ പ്രവാചകനെ കുറ്റം പറഞ്ഞിട്ടില്ല. അവരുടെ വിശ്വാസ സങ്കേതങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ സൈബർ സേനയെ അഴിച്ചുവിടുന്ന പരിപാടി ഇപ്പുറത്ത് നിന്ന് ഈഴവ സമൂഹവും നായർ സമൂഹവും അപ്പം BJP മറ്റേ ഇവർ RS എല്ലാം കൂടി തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ സുനാമി ആയിരിക്കും. പിന്നെ സുനാമി, പച്ചവെള്ളത്തിൻ്റെ സുനാമിയല്ല, അഗ്നിയുടെ സുനാമിയാണ് വരിക. ഇപ്പോൾ ഈ മതമൗലികവാദികൾ കണ്ണടച്ച് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഉറങ്ങുന്ന സിംഹമാണ്. ഓരോ ഈഴവൻ്റെ ഉള്ളിലും ഉറങ്ങുന്നൊരു സിംഹമുണ്ട്. ആ സിംഹത്തിൻ്റെ രൂപം 4 കാലുമ്പോൾ നടക്കുന്ന സടയുള്ള സിംഹമല്ല, ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന് പറഞ്ഞ് നരസിംഹം. അതെല്ലാ ഈഴവരുടെയും മനസ്സിലുണ്ട്. അതെങ്ങാനും ഉണർന്നു കഴിഞ്ഞാൽ, എടോ പാണക്കാടാ സൂക്ഷിച്ചോ. കൂടുതലായിട്ട് ഇത്തരണത്തിലൊന്നും പറയാനില്ല. ഇത് ഏറ്റവും വേഗത്തിൽ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. തനിക്കറിയാമല്ലോ, കാറൊക്കെ ഉണ്ടല്ലോ. കണിച്ചുകുളങ്ങര പോയി വെള്ളാപ്പള്ളി ഒന്ന് കണ്ടാൽ മതി. നല്ലവനാണ്, സഹൃദയനാണ്, പാവമാണ്. അവിടെ പോയിട്ട് കാല് പിടിക്കാനും മാപ്പ് പിടിക്കാനൊന്നും പറയണ്ട. അവിടെ ചെന്നാൽ തന്നെ കാര്യമൊക്കെ. അത് ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള ഈ സൈബർ ഗുണ്ടകൾ വീണ്ടും അഴിഞ്ഞാടും, അർമാദിക്കും, പൂണ്ടുവിളയാടും, തിരിച്ചടി കിട്ടും. ആ സമയത്ത് മാർത്തടിച്ച് നിലവിളിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ പോലും അപ്പോൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിക്കോ.